Good morning, students. So today we are going to start our first chapter. The name of the chapter is Arithmetic Sequences. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻസിനെ കുറിച്ചാണ്. ഇനി സീക്വൻസ് എന്താണ്? വാട്ട് ഈസ് എ സീക്വൻസ്? സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ഈസ് കോൾഡ് എ സീക്വൻസ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ എഴുതും. ആ നമ്പേഴ്സിനെ നമ്മൾ കോമ വെച്ചിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തായിരിക്കും എഴുതുന്നത്. ഇതൊരു ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്ന സീക്വൻസ് ആണ്. ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ? അപ്പോൾ 1, 2, 3, 4 എന്ന് എഴുതിയാൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സീക്വൻസ് ആണ്. അതുപോലെ നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 4 എഴുതിയാൽ എങ്ങനെ വരും? 4, 8, 12, 16 ഇങ്ങനെ വരും. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. ഇനി ഇതുപോലെ തന്നെ ഞാൻ മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതിയാൽ 3, 6, 9, 12 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആയിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് ജനറലി ഒരു സീക്വൻസ് എന്താ എന്ന് ചോദിച്ചാൽ ഇതാണ് ഒരു സീക്വൻസ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലുക്ക് ദീസ് ട്രയാങ്കിൾസ്. ഇത് 3 ട്രയാങ്കിളുകളാണ്. ലുക്ക് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട് വെച്ചിട്ട് ട്രയാങ്കിളുകൾ വരച്ചിരിക്കുന്നു. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്? Compute the number of dots needed to make the next 2 triangles. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എത്ര ഡോട്ട് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം. ഇനി ഇതുപോലെ നമുക്ക് 2 ട്രയാങ്കിളും കൂടി വരയ്ക്കണമെങ്കിൽ അതിൽ എത്ര ഡോട്ട് വേണം എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിളിലെ നമ്പർ ഓഫ് ഡോട്ട്സ് നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതൊരു സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൽ 3 ഡോട്ടാണ് ഉള്ളത്. അടുത്ത ട്രയാങ്കിളിൽ നമുക്ക് 6 ഡോട്ട് ഉണ്ട്. അടുത്ത ട്രയാങ്കിളിൽ 10 ഡോട്ട് ഉണ്ട്. അപ്പോൾ 3, 6, 10 ഇതാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സീക്വൻസ്. ഇനി ഇതിനകത്തുള്ള അടുത്ത 2 നമ്പേഴ്സിനെയും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത 2 നമ്പേഴ്സിനെയും കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. 3ഉം 6ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലേ നമുക്ക് 6 കിട്ടുക? 3 + 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി 6ഉം 10ഉം തമ്മിൽ എന്താ റിലേഷൻഷിപ്പ്? 6ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്തു, അടുത്ത നമ്പറിൻ്റെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 5 ആയിരിക്കും. അടുത്തതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 6 ആയിരിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്ന അടുത്ത നമ്പർ 3, 6 കഴിഞ്ഞാൽ 10 ആണ്. 10 + 5 ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പാറ്റേണിൽ എത്ര ഡോട്ട് വേണമെന്ന് കിട്ടും. അപ്പോൾ 10 + 5 ചെയ്യുമ്പോൾ 15 കിട്ടും. ഇനി അത് കഴിഞ്ഞ് വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൽ എത്ര ഡോട്ട് ഉണ്ടെന്ന് അറിയാൻ 3 ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു, 5 ആഡ് ചെയ്തു, അടുത്തത് ആഡ് ചെയ്യേണ്ടത് 6 ആണ്. 15ൻ്റെ കൂടെ നമ്മൾ 6 ആഡ് ചെയ്യുമ്പോൾ 21 കിട്ടും. അപ്പോൾ 21 ഡോട്ട്സ് ആണ് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ എങ്ങനെ എടുത്ത് എഴുതാം? 3, 6, 10, 15, 21 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അടുത്ത 2 പാറ്റേണിന് തൊട്ടടുത്ത പാറ്റേണിൽ നമ്മൾ 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് 15 കിട്ടും. 15 നമ്പർ ഓഫ് ഡോട്ട്സ് ആണ് വേണ്ടത്. അതിൻ്റെ അടുത്ത പാറ്റേണിൻ്റെ കൂടെ 15ൻ്റെ കൂടെ നമ്മൾ 6 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 21 കിട്ടും. അപ്പോൾ അടുത്ത പാറ്റേണിൽ നമുക്ക് 21 ഡോട്ട്സ് വേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകണം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്ക് ദി ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദി സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻറ്റഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് നമ്മളൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അത് കഴിഞ്ഞ് സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് ഗോസ് ഓൺ എന്ന് പറയുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്. റെഗുലർ പെൻറ്റഗണിന് 5 സൈഡ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത ആൾക്ക് എത്ര സൈഡ് ഉണ്ടാവും? 6 സൈഡ് ഉണ്ടാവും. അത് കഴിഞ്ഞുള്ള ആൾക്ക് 7 സൈഡ് ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ട്. 6 സൈഡുള്ളത് ഹെക്സഗൺ ആണ്,
7 സൈഡുള്ളത് ഹെക്റ്റഗൺ ആണ്. അതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, സീക്വൻസ് ആണ്. ഇനി നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും നമ്മൾ ആദ്യം എഴുതാം. അതെത്രയാ? 3. അടുത്ത നമ്പർ 4, അടുത്തത് 5, 6, 7. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് എഴുതുന്ന സീക്വൻസ്. ഇനി നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതേ ഫിഗേഴ്സിൻ്റെ തന്നെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ ഫിഗേഴ്സിൻ്റെ ഇൻറ്റീരിയർ ആംഗിളുകളുടെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 എന്നാണ് ആ ഫോർമുല. ഈ ഫോർമുലയ്ക്കകത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ഓരോ ഫിഗേഴ്സിൻ്റെയും നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഫിഗർ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. n-2 ഇൻറ്റു 180 ആണ് നമ്മളുടെ ഫോർമുല. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? n നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ആ ഫിഗറിന് എത്ര സൈഡ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ 3 ആണ്. ഇനി നമ്മൾ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുലയിൽ എന്നിന് പകരം നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 - 2 ഇൻറ്റു 180. 3 - 2 1 ആണ്. 1 ഇൻറ്റു 180. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമ്മളുടെ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി 180 ആണ്. ഇനി നമ്മളുടെ അടുത്ത ഫിഗർ ഏതാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കഴിഞ്ഞു. അടുത്തത് നമ്മൾ എഴുതേണ്ടത് സ്ക്വയറിൻ്റെ ആണ്. സ്ക്വയറിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്കറിയാം. n-2 ഇൻറ്റു 180 ആണ് നമ്മളുടെ ഫോർമുല. സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്. അപ്പോൾ 4 - 2 ഇൻറ്റു 180. 2 ഇൻറ്റു 180. ഇപ്പോൾ 2 ഇൻറ്റു 180 എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ നമ്മളുടെ സീക്വൻസിലെ അടുത്ത നമ്പർ ആരായിരിക്കും? 360 ആയിരിക്കും നമ്മളുടെ അടുത്ത നമ്പർ. ഇനി അടുത്ത ഫിഗർ നമുക്ക് തന്നിരുന്നത് സ്ക്വയർ 4 സൈഡഡ് ആണ്. അടുത്തത് 5 സൈഡഡ് ആയിട്ടുള്ള പെൻറ്റഗൺ ആണ് നമുക്ക് തന്നിരുന്നത്. പെൻറ്റഗണിന് എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട്. ഇപ്പോൾ ഫോർമുലയിൽ നെക്സ്റ്റ് ഫിഗർ പെൻറ്റഗൺ ആണ്. പെൻറ്റഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. നമ്മൾ ഫോർമുലയിൽ എന്നിന് പകരം 5 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ n-2 ഇൻറ്റു 180. അപ്പോൾ അതിനകത്ത് 5 - 2 ഇൻറ്റു 180. 5 - 2 3 ആണ്. 3 ഇൻറ്റു 180. 3 ഇൻറ്റു 180 ചെയ്യുമ്പോൾ നമുക്ക് 540 കിട്ടും. അപ്പോൾ നമ്മളുടെ സീക്വൻസിലെ അടുത്ത നമ്പർ 540 ആയിരിക്കും. ഇനി ഇതുപോലെ 6 സൈഡഡ് ആയിട്ടുള്ള ഫിഗറിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുക. n=6 ആണ്. അപ്പോൾ n-2 ഇൻറ്റു 180. 6 - 2 ഇൻറ്റു 180. 4 ഇൻറ്റു 180. അപ്പോൾ 4 ഇൻറ്റു 180 ചെയ്യുമ്പോൾ നമുക്ക് 720 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മളുടെ സീക്വൻസിലെ അടുത്ത നമ്പർ 720 ആണ്. ഇനി നമുക്ക് നമ്മളുടെ സീക്വൻസ് ഫില്ലായിട്ട് എഴുതാം. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഫിഗർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. അതിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചത് 180 ആയിരുന്നു. അടുത്തത് നമ്മുടെ ഫിഗർ ആരായിരുന്നു? സ്ക്വയർ ആയിരുന്നു.
സ്ക്വയറിൻ്റെ സം നമ്മൾ കണ്ടുപിടിച്ചത് 360 ആയിരുന്നു. അപ്പോൾ 180 കഴിഞ്ഞ് നമ്മൾ 360 എഴുതും. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത് 5 സൈഡഡ് ഫിഗറിൻ്റെ ആയിരുന്നു, പെൻറ്റഗണിൻ്റെ 540. 360 കഴിഞ്ഞ് 540. അത് കഴിഞ്ഞ് നമ്മൾ 6 സൈഡഡ് ഫിഗറിൻ്റെ കണ്ടുപിടിച്ചു 720. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. 7 സൈഡുള്ള ഫിഗറുണ്ട്, 8 സൈഡുള്ള ഫിഗറുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ സീക്വൻസ്. ഇനി ഇതിനകത്ത് നമ്മളുടെ സി പാർട്ട് ക്വസ്റ്റ്യൻ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ തന്നിരുന്ന റെഗുലർ പോളിഗൺസിൻ്റെ എല്ലാം എക്സ്റ്റീരിയർ ആംഗിളുകളുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെഗുലർ പോളിഗണിൻ്റെ എല്ലാ റെഗുലർ പോളിഗണിൻ്റെ കേസിലും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളുടെ സീക്വൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 360 ഡിഗ്രി ആയിരിക്കും. അടുത്തത് സ്ക്വയർ ആണ്, സ്ക്വയറിൻ്റെയും 360 ഡിഗ്രി ആയിരിക്കും. ഇവരെല്ലാവരും റെഗുലർ പോളിഗൺസ് ആണ്. അടുത്തത് പെൻറ്റഗൺ ആയിരുന്നു, അതിൻ്റെയും 360 ഡിഗ്രി. അപ്പോൾ ഈ സീക്വൻസിലെ എല്ലാ നമ്പേഴ്സും 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഡി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡി പാർട്ട് ക്വസ്റ്റ്യനകത്ത് 1 ഇൻറ്റീരിയർ ആംഗിൾ. ഈ ഫിഗറിൻ്റെ എല്ലാം ഒരു ഇൻറ്റീരിയർ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഫിഗർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി ഇത് അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 180 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി ഇത് ഡയറക്റ്റ് അറിയാത്തവർ എന്ത് ചെയ്യണം? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഇൻറ്റീരിയർ ആംഗിൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിളിന് എത്ര ആംഗിൾ ഉണ്ട്? ഇതാണ് ഒരു ട്രയാങ്കിളെങ്കിൽ അതിന് 3 ആംഗിൾ ഉണ്ട്. ഈ 3 ആംഗിളും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നത്. അപ്പോൾ ഒരു ആംഗിൾ എത്ര ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. അപ്പം അതിൻ്റെ ആൻസർ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 60 ഡിഗ്രി ഉണ്ടാവും. ഇനി അടുത്ത ഫിഗർ സ്ക്വയർ ആയിരുന്നു. സ്ക്വയറിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 90 ഡിഗ്രിയാണ്. ഇനി അതറിയാത്തവർ എന്ത് ചെയ്യണം? സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരുന്നു. അതിനെ നമ്പർ ഓഫ് സൈഡും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. 360 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 90 ആണ്. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പെൻറ്റഗണിൻ്റെയും കണ്ടുപിടിക്കണം. പെൻറ്റഗണിൻ്റെ സം നമ്മൾ കണ്ടുപിടിച്ചു. സം 540 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 540 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. അപ്പോൾ 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5ൽ 5 ഒരു പ്രാവശ്യം, 4ൽ 5 ഇല്ല. അപ്പോൾ അവിടെ 0 ഇവിടെ നമ്മൾ 40ൽ എത്ര 5 ഉണ്ട്? 8. 108 ആയിരിക്കും പെൻറ്റഗണിൻ്റെ കേസിൽ ഒരു ഇൻറ്റീരിയർ ആംഗിൾ. ഇനി അടുത്ത ഫിഗർ 6 സൈഡഡ് ആണ്, ഹെക്സഗൺ. ഹെക്സഗണിൻ്റെ സം നമ്മൾ കണ്ടുപിടിച്ചു. 720 ആയിരുന്നു. ഇതിനകത്തുനിന്ന് ഒരു ആംഗിൾ എന്ന് പറയുന്നത് 720 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. 720 ഡിവൈഡഡ് ബൈ 6 നമുക്ക് 7ൽ 6 ഒരു പ്രാവശ്യം, ബാക്കി ഇവിടെ 1 ഉണ്ട്. 1ഉം 2ഉം കൂടി നമ്മൾ 12 എടുക്കും. 12ൽ 6 2 പ്രാവശ്യം. ഇനി 0 ബാക്കിയുള്ളൂ, അപ്പോൾ അവിടെ 0 ഇടാം. ഇനി ഈ സീക്വൻസിനെ നമ്മൾ എങ്ങനെ എടുത്തെഴുതും? ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് നമുക്ക് കിട്ടിയത് 60 ഡിഗ്രിന്നായിരുന്നു, 60, സ്ക്വയറിന് നമുക്ക് കിട്ടിയത് 90 ആയിരുന്നു. അടുത്തത് കിട്ടിയത് 108 ആയിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയത് 120 ആയിരുന്നു. ഇനി ഈ സീക്വൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്പർ ഓഫ് സൈഡ്സ് 7 ആകും.
നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സീക്വൻസ് ഇതാണ്. ഇനി ഈ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ പാർട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 എക്സ്റ്റീരിയർ ആംഗിൾ. 1 എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? 1 ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിനെ നമ്പർ ഓഫ് സൈഡ്സും കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1 എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്തോരം ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ എല്ലാ റെഗുലർ പോളിഗൺസിൻ്റെയും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 ആണ്. 360 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം, 6ൽ 3 2 പ്രാവശ്യം, 0. 120 നമുക്ക് കിട്ടും. നമുക്ക് ചെയ്യേണ്ട അടുത്ത ഫിഗർ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ കേസിലും നമ്മളുടെ സം 360 ഡിഗ്രി തന്നെയാണ്. അതിനകത്തുനിന്ന് ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ സ്ക്വയറിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്. 360 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് നമുക്ക് 90 എന്ന് കിട്ടും. തേർഡ് ഫിഗർ 5 സൈഡുള്ളതാണ്, പെൻറ്റഗൺ. പെൻറ്റഗണിലും സം 360 ഡിഗ്രി തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 360 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. നോക്കാം, 36ൽ 5 7 പ്രാവശ്യം, അവിടെ 1 ബാക്കിയുണ്ട്. ആ 1ഉം 0 കൂടി 10 ആണ്. 10ൽ 5 2 പ്രാവശ്യം, 72 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡഡ് ഫിഗർ എടുക്കുക, ഹെക്സഗൺ. ഹെക്സഗണിൻ്റെ കേസിലും സം 360 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. 36ൽ 6 6 പ്രാവശ്യം, പിന്നെ ഒരു 0. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് നമ്മളെങ്ങനെ എടുത്തെഴുതും? ഫസ്റ്റ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എഴുതും, 120. അത് കഴിഞ്ഞ് 4 സൈഡഡ് സ്ക്വയർ 90, 5 സൈഡഡ് പെൻറ്റഗൺ 72, 6 സൈഡഡ് ഹെക്സഗൺ 60. ഈ സീക്വൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് കിട്ടേണ്ട സീക്വൻസിലുള്ള എല്ലാ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഓൺ ഡിവിഷൻ ബൈ 3 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്യും. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 ഇങ്ങനെ പോകുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാച്ചുറൽ നമ്പേഴ്സിൽ ആരൊക്കെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുമെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ നാച്ചുറൽ നമ്പർ 1 ആണ്. 1നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുക? 1ൽ 3 പോവില്ല, അപ്പോൾ നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കും. 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 10ൽ 3 3 പ്രാവശ്യം, 9, ബാലൻസ് നമുക്ക് 1 ആണ് കിട്ടുക. അപ്പോൾ ഇത് റിമൈൻഡർ 1 ആണല്ലോ. അപ്പോൾ 1 എന്ന് പറയുന്നത് നമ്മളുടെ സീക്വൻസിലെ ഒരു നമ്പറാണ്. ഇനി ഇതുപോലെ നമ്മൾ ആലോചിച്ച് നോക്കുക, വേറെ ആരാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുന്നത്? 2വിന് കിട്ടില്ല. 3നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ് റിമൈൻഡർ. 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ?
റിമൈൻഡർ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത നമ്പർ 4 ആയിരിക്കും. ഇതുപോലെ ഒരു 4 നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആയിരിക്കും റിമൈൻഡർ കിട്ടുക. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് റിമൈൻഡർ 0 കിട്ടും. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 1 ആയിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുക. അപ്പോൾ അടുത്ത നമ്പർ 7 ആണ്. ഇതുപോലെ നമ്മൾ ഈ സീക്വൻസ് എഴുതും. അപ്പോൾ 1 4 7 എന്ന് പോകുന്ന ഒരു സീക്വൻസ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3യിൽ നമുക്ക് കിട്ടാം. ഇനി ആ ക്വസ്റ്റ്യൻ്റെ വേറൊരു കേസാണ് ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 2 റിമൈൻഡർ തരുന്ന നമ്പേഴ്സ് അത് ഏതൊക്കെയായിരിക്കും? 2 ഉണ്ടാവും. പിന്നെ അടുത്തത് ആരായിരിക്കും? 3 വരില്ല, 4 വരില്ല. 4 നമുക്ക് ഇവിടെ കിട്ടിയ കേസാണ്, റിമൈൻഡർ 1 ആയിട്ടുള്ള കേസാണ് 4. 5 വരും, 6 വരില്ല, 7 വരില്ല. പിന്നെ നമുക്ക് വരിക 8 ആയിരിക്കും, 9 വരില്ല, 10 വരില്ല. പിന്നെ നമുക്ക് വരിക 11 ആയിരിക്കും. ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഇതാണ് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഈ സെറ്റിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡൗൺ ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എഴുതണം. നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. നമ്പേഴ്സ് 1ലോ 6ലോ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇനി അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 1 cubic centimeter ഓഫ് അയൺ വെയ്റ്റ്സ് 7.8 grams. Write as sequences the volumes and weight of iron cubes of sides 1 centimeter, 2 centimeter and so on. നമുക്ക് സൈഡുകൾ തന്നിരിക്കുന്നത് ആദ്യത്തെ സൈഡ് 1 centimeter ആണ്, അടുത്തത് 2 centimeter. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് 3 centimeter, അത് കഴിഞ്ഞ് 4 centimeter ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ സൈഡുള്ള ക്യൂബുകളുടെ എല്ലാം വോളിയം കണ്ടുപിടിക്കണം, വെയ്റ്റും കണ്ടുപിടിക്കണം. സീക്വൻസ് എഴുതേണ്ടത് വോളിയത്തിൻ്റെ സീക്വൻസ് എഴുതണം, വെയ്റ്റിൻ്റെ സീക്വൻസ് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല വോളിയം ഓഫ് ക്യൂബ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ ക്യൂബാണ്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എ എന്ന് പറയുന്നത് നമ്മളുടെ സൈഡാണ്. ക്യൂബിൻ്റെ സൈഡിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇൻറ്റു എ. അപ്പോൾ 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2. അങ്ങനെയാണ് ക്യൂബ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി നമുക്ക് സൈഡുകൾ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം, വെയ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എ ക്യൂബാണ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ സൈഡ് തന്നിരിക്കുന്നത് 1 ആകുമ്പോൾ 1 ക്യൂബാണ് വോളിയം. 1 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 തന്നെയാണ് ആൻസർ. ഇനി ഇതിൻ്റെ വെയ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 7.8 gram ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഡയമെൻഷൻ കാണിക്കുന്നത് വോളിയത്തിനെയാണ്. അപ്പോൾ നമ്മൾ വോളിയം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെ 1 ആണ്. എത്രയാണോ വോളിയം കിട്ടുന്നത് അതിന് 7.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റ് കിട്ടും. വെയ്റ്റ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 7.8 ആയിരിക്കും. ഇത് 7.8 gram എന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി അടുത്ത കേസിൽ സൈഡ് 2 ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബായിരിക്കും. 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. അപ്പോൾ വോളിയം 8 ആണ്. വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ഇൻറ്റു 7.8 ആയിരിക്കും. കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. 8 ഇൻറ്റു 7.8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം ഡെസിമലിനെ. 7.8 ഇൻറ്റു 8 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഡെസിമൽ കളഞ്ഞ് ചെയ്താൽ മതി. 8 ഇൻറ്റു 8 64, 4 ഇവിടെ 6. 7 ഇൻറ്റു 8 എന്ന് പറയുന്നത് 56 ആണ്. 56ൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 62 എന്ന് കിട്ടും.
ഈ കിട്ടുന്ന ആൻസറിന് മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സിൽ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് നീക്കി നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 7.8 ഇൻറ്റു 8 നമ്മൾ ചെയ്തത്. ഇവിടെ ഒരു പോയിൻ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ 4ൻ്റെ ഇപ്പുറത്ത് നമ്മൾ പോയിൻ്റ് ഇടും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ 62.4 ആണ്. ഇനി സൈഡ് 3 ആകുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് വോളിയം. 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. ഇവിടുത്തെ 27 ഇൻറ്റു 7.8 ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വെയിറ്റ് കിട്ടും. വെയിറ്റ് എന്ന് പറയുന്നത് 210.6 ആയിരിക്കും. ഇനി സൈഡ് 4 ആകുമ്പോൾ 4 ക്യൂബാണ് ചെയ്യേണ്ടത്. 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. ആൻസർ നമുക്ക് 64 എന്ന് കിട്ടും. വെയിറ്റ് എന്ന് പറയുന്നത് 64 ഇൻറ്റു 7.8 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ 499.2 ആണ്. കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ചെയ്ത് നോക്കണം. ഇനി ഇതിന് നമുക്ക് സീക്വൻസ് എഴുതാം. ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് വോളിയത്തിൻ്റെ സീക്വൻസ് ആണ്. വോളിയത്തിൻ്റെ സീക്വൻസ് എഴുതാൻ നമ്മൾ നമ്മുടെ ഫിഗറിൽ പെട്ടിയിലേക്ക് നോക്കുക. പെട്ടിയിൽ ആദ്യം കിട്ടിയിരിക്കുന്ന വോളിയം 1, അത് കഴിഞ്ഞ് കിട്ടിയത് 8, അത് കഴിഞ്ഞ് കിട്ടിയത് 27, അത് കഴിഞ്ഞ് കിട്ടിയത് 64. ഇനി ചെയ്താൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ സീക്വൻസ് എന്ന് പറയുന്നത് 1, 8, 27, 64 എക്സെട്ര. ഇനി അടുത്തത് നമുക്ക് എഴുതേണ്ടത് വെയ്റ്റിൻ്റെ സീക്വൻസ് ആണ്. വെയ്റ്റിൻ്റെ സീക്വൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നോക്കുക. ഫസ്റ്റ് വണ്ണിൻ്റെ വെയ്റ്റ് 7.8 എന്നാണ് നമുക്ക് കിട്ടിയത്. അടുത്തതിൻ്റെ വെയ്റ്റ് 62.4 എന്ന് കിട്ടി. അടുത്ത വെയ്റ്റ് 210.6 എന്ന് കിട്ടി. അടുത്ത വെയ്റ്റ് 499.2 എന്ന് കിട്ടി. ഇതിന് സീക്വൻസ് ആയിട്ട് എടുത്തെഴുതാം. അപ്പോൾ 7.8, 62.4, 210.6, 499.2 എക്സെട്ര. ഇങ്ങനെ സീക്വൻസ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ നിങ്ങളുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് തീർന്നത്. നമ്പർ പാറ്റേൺസ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയിട്ട് ആ ഗ്രൂപ്പിൽ ആൻസർ എല്ലാവരും ഇട്ടാൽ മതി. ചെറിയ ക്വസ്റ്റ്യനാണ് ഹോംവർക്ക് തന്നേക്കണം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ശരി, താങ്ക് യു.